പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സേവനത്തെ അറിയിക്കുന്നു. വീണ്ടും ദൈവം നമുക്കൊരു പ്രഭാതം നൽകി. ദൈവം നമ്മളെ അനുഗ്രഹിച്ച് വൻകൃപയ്ക്കും മനസ്സേഹത്തിനും വൻകരുതനുമായി കൊടാനുകൂടി സ്തോത്രം. ഈ പകൽക്കാലം ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കുവാനും അറിയുവാനും അനുഭവിക്കുവാനും ഈ വെള്ളിയാഴ്ച പകൽക്കാലം ഈ 5-ാം തീയതി പകൽ കർത്താവിന്റെ വചനം കേൾക്കുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്ന് നമ്മളോട് ദൈവം പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിലേക്കാണ് നമ്മുടെ ചിന്ത കടന്നു പോകുന്നത്. യേശു ഒരു മലയിൽ നിന്ന് പോയി. അതേ കാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത്. യേശുക്രിസ്തു അതികാലത്തെ പോവാണ്. നിയമജ്ഞരും നിയമപണ്ഡിതന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും അവരുടെ പാനം പദ്ധതികളെ പൊളിക്കാനാണ് യേശുക്രിസ്തു രാവിലെ തന്നെ ദേവാലയത്തിലേക്ക് പോയത്. അവർ മനസ്സിൽ കണ്ടത്, അല്ലെങ്കിൽ അവർ ചെയ്യാൻ ആഗ്രഹിച്ചത്, ഒരു കൊലപാതകം ചെയ്യാൻ ആഗ്രഹിക്കുകയും സ്തോത്രം ആ കൊലപാതകത്തെ മാറ്റിക്കളയാൻ വേണ്ടി കർത്താവ് അതികാലത്തെ പോവാണ്. സ്തോത്ര സ്നേഹം നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുകയെ. ബലിയാഴി കർമ്മത്തിൽ പിടിക്കപ്പെടുന്നത് കല്ലെടുത്ത് എറിഞ്ഞു കൊല്ലണമെന്ന് മോശയുടെ നിയമമാണ്. സ്തോത്രം അവിടെ പിടിക്കപ്പെട്ടിരിക്കുവാണ്. സ്തോത്രം രക്ഷിക്കാൻ പിന്നെ ആർക്കും സാധിക്കത്തില്ല. ബലിയാഴി കർമ്മത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ തന്നെ സ്ത്രീമാരും പുരോഹിതന്മാരും പിടിക്കപ്പെട്ട സ്ത്രീയെ സ്തോത്രം ഹല്ലേലൂയ യേശുവിന്റെ നടുവിൽ കൊണ്ട് യേശുവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുവാണ്. കർമ്മത്തിൽ ഇവിടെ പിടിക്കപ്പെട്ടിരിക്കുവാണ്. സ്തോത്രം നീ എന്ത് പറയുന്നു? യേശുവിന്റെ കുറ്റം ആരോപിക്കാനാണ് പറഞ്ഞത്. പക്ഷെ കർത്താവ് സ്തോത്രം അതിരാവിലെ പോയത് സ്തോത്രം അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് പോയത്. പാവമില്ലാത്ത കല്ലെറിയാൻ പറയും. അവരെല്ലാവരും അവളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി വിട്ടു. സ്തോത്രം ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേരി പാവം ചെയ്യില്ല. സ്തോത്രം ചില സമയത്ത് രാവിലെ ദൈവം നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ദൈവം വെളിപ്പാട് തരും. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരു ദർശനം കണ്ടു. സ്തോത്രം എൻ്റെ ഭാര്യ തന്നെ ആ വിഷയത്തെ സാഹസിച്ചു. സ്തോത്രം ആളിൽ ഒരു കുഞ്ഞ് പൂർണ്ണമായി സൂസൈഡ് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നു. അതിനെ പ്രാർത്ഥിച്ച് മാറ്റി കണ്ടോ. ദൈവം സ്തോത്രം ചില സമയത്ത് നമ്മളെ തട്ടി ഉണർത്തുമ്പോൾ ദൈവം നിങ്ങൾക്ക് ചില സമയത്ത് നമ്മൾ രാവിലെ വിളിക്കുമ്പോൾ, ചില സമയത്ത് നമ്മൾ രാവിലെ ചർച്ചയിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്തോത്രം ചിലവരെയൊക്കെ ചിലപ്പോൾ കണ്ടുമുട്ടുമ്പോൾ, ചിലരുടെയൊക്കെ സ്തോത്രം ജീവിതം പിശാച് ഒടുക്കിക്കളയാൻ നോക്കുമ്പോൾ, ചില വ്യക്തികളെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ, അവിടെയൊക്കെ ദൈവസ്നേഹം നിങ്ങളെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിടുമ്പോൾ, അവരെ കണ്ടുമുട്ടുമ്പോൾ എന്നെ ഉണ്ട് വിശേഷം, എന്നെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ അവിടെ വിഷയത്തിനകത്തുനിന്ന് അവരെ ദൈവം പുറത്തുവിട്ടു. ഏകദ സഹോദര കൂടപ്പറപ്പ ഈ വചനം കേട്ട വെള്ളിയാഴ്ച ഈ 5-ാം തീയതി സ്തോത്രം ഹല്ലേലൂയ ഇന്ന് നിങ്ങൾ ഈ കർത്താവിനെ കണ്ടുമുട്ടാൻ വേണ്ടി, ദൈവത്തിന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ വെളുപ്പാങ്കാലത്ത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, വേണ്ടി ചർച്ച വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടാവും, നിങ്ങളൊരു അനുഗ്രഹം ഉണ്ടാവും. ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്ത് പിതാവ് ചെയ്തു കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.